ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ടാരോ റീഡിംഗ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് റിസീവ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. വീഡിയോ നല്ല മഴയുണ്ട്, അപ്പോൾ ഇടി മിന്നലിൻ്റെ സൗണ്ടൊക്കെ കാണും. അതൊക്കെ ഇഗ്നോർ ചെയ്തേക്കുക. ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, കാർഡ് നമ്പർ 1 ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തതാണ്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഷഫിൾ ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചും കൂടെ ഒന്ന് ഷഫിൾ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം. പ്ലീസ് യൂണിവേഴ്സ് ഗൈഡ് മീ ടു ഗൈഡ് മൈ വ്യൂവേഴ്സ്. ഓക്കെ, 2 കാർഡ് മതി. അപ്പോൾ ഓക്കെ, മൂന്നാമതൊരു കാർഡും കൂടി വീണിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ നല്ല ഇടിയും മിന്നലും ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോവുക. യാത്രകൾ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഓക്കെ, അപ്പം ഇതാണ് കാർഡ് നമ്പർ 1 ഞാൻ വെക്കുന്നത്. ഇത് കാർഡ് നമ്പർ 2. ഇതാണ് കാർഡ് നമ്പർ 3. ഇത് ടൈഗേഴ്സ് ഐ ബ്രേസ്ലെറ്റ് ആണ്, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാർഡ് ചൂസ് ചെയ്യുക കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ വിചാരിച്ചിട്ട് കാർഡ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ വിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല ഇടിയും മിന്നലും ഉണ്ട്. അപ്പോൾ 8 ഓഫ് സോർട്സ് ആണ് വന്നേക്കുന്നത്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണ് മൂടി കെട്ടിയ അല്ലെങ്കിൽ കൈകാലുകൾ കെട്ടിയ ഒരവസ്ഥയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ബുദ്ധിമുട്ടുകൾ ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അതിനേക്കാൾ കൂടുതൽ ഫ്രസ്ട്രേഷനും മാനസിക വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടി മുന്നോട്ട് പോകാനുള്ള വഴി ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടിട്ടുണ്ടാവും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലൂടെ മുന്നോട്ട് പോവുക. കാരണം ഇവിടെ ഫുള്ള് ചുറ്റും സ്വാട്സ് ആണെങ്കിലും അവർ നിൽക്കണതിൻ്റെ ബാക്കിൽ കുറച്ച് വഴിയുണ്ട്. അവിടെ സ്വാട്സ് ഇല്ല. 8 ഓഫ് സ്വാട്സ് ആണ്. ഇതാ കണ്ടല്ലോ, 3, 2, 5, ഇവിടെ 3, 8. അവർ നിൽക്കണതിൻ്റെ ബാക്കിൽ സ്വാട്സ് ഇല്ല. അപ്പോൾ അതുവഴി അവർക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആ കെട്ട് പൊട്ടിച്ച് പോകാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് നോക്കാം. കാർഡ് നമ്പർ 2, 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ വിഷമിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിഷമിച്ചെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താതെ തന്നെ പോയിട്ടുണ്ടാവാം. അപ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് കാണുക, അത് കണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, കാർഡ് നമ്പർ 3 ചൂസ് ചെയ്തവർക്ക് ജസ്റ്റിസ് ആണ്. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതൊന്നും അല്ല, ലീഗൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതെന്തോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയും, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ പോസിറ്റീവ് റീഡിംഗ് ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുക. ഈ കാർഡ് നമ്പർ 1 എടുത്തവർ ഐ സറണ്ടർ ടു ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ കാർഡ് എടുത്തവരും അത് തന്നെ കമൻറ്റ് ചെയ്യുക, ഐ സറണ്ടർ ടു ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ്. ജസ്റ്റിസ് എടുത്തവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.